ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കട്ട്ലേറ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടാലോ? ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ചിക്കൻ കട്ട്ലേറ്റാണ്. ഇത് നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റാണ്. അതിനായി നമുക്ക് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 3 മീഡിയം സൈസുള്ള സവാളയും ഒരു 3-4 പച്ചമുളകും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു 2 അല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് ചേർത്ത് നമുക്ക് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ എന്താണ് ബീട്രൂട്ട് ചേർക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ ബീട്രൂട്ട് വേവിച്ചിട്ടില്ല, അപ്പോൾ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. ബീട്രൂട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചിക്കൻ മസാല ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ബെറ്റർ ആവും. സവാളയും ബീട്രൂട്ടും ഒക്കെ നല്ലതുപോലെ വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച ചിക്കനാണ്. അത് ചെറിയ പീസാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച്, അതായത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മസാലയും ഉരുളൻകിഴങ്ങും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു പരുവത്തിൽ നമ്മളെ മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ആവണം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ റെഡിയായ മസാല എടുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ ആക്കേണ്ടത് അതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ചെയ്യുന്നത് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ മസാലകളെ എല്ലാം കൂടെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഹാർഡ് ഷേപ്പ് വേണ്ടവർക്ക് ആ ഒരു ഷേപ്പിലാക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റ് കോട്ടിങ് ചെയ്തെടുക്കാൻ വേണ്ടത്, അതിന് 2 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും എടുക്കാം. അതിൽ നമുക്ക് ഓരോ കട്ട്ലേറ്റും ഈ ഒരു കോഴിമുട്ട മിക്സിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ചേർത്ത് കോട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച അതായത് ഷേപ്പ് ചെയ്ത് വെച്ച എല്ലാ കട്ട്ലേറ്റും ഈ കോഴിമുട്ട മിക്സിലും ബ്രെഡ് ക്രംസിലും ഇട്ടിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കാം. എല്ലാ കട്ട്ലേറ്റും നമ്മൾ അതുപോലെ കോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ഓയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ കട്ട്ലേറ്റും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിൽ നമ്മൾ ബീട്രൂട്ട് ചേർത്തത് കൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന ആ ഒരു ടൈം വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത്.
അങ്ങനെ നമ്മൾ എല്ലാ കട്ട്ലറ്റും ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ആൻഡ് ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ് ഈ ഒരു കട്ട്ലറ്റ്. അപ്പോൾ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.